കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 31 മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. മലേഷ്യയുടെ ഫ്ലാഗ് വെച്ചിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഇവിടെ നിന്നൊരു ട്രെയിൻ എടുത്ത് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. നമ്മളിപ്പോൾ ഫ്ലാഗ് കണ്ട സ്ഥലത്തിൻ്റെ പേരാണ് മെർഡേക്ക സ്ക്വയർ. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മെർഡേക്ക സ്ക്വയറിലോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ അവിടെ മാർച്ച് പാസ്റ്റും പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആരോ പറഞ്ഞത് വിശ്വസിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ മസ്ജിദ് ജമാക്ക്. മെർഡേക്ക സ്ക്വയറിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകാനോ ആണെങ്കിൽ തൊട്ടടുത്തുള്ള LRT സ്റ്റേഷൻ. വെടിക്കെട്ടും പൂരമൊക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു. രാവിലെ എത്തിക്കഴിഞ്ഞാൽ മാർച്ച് പാസ്റ്റും പരേഡും കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ച് വന്നായിരുന്നു. പക്ഷെ നമ്മൾ വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്നലെ രാത്രി വന്നിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. പക്ഷേ ജോലി കഴിഞ്ഞ് വന്ന ടയർഡ്നെസ്സിൽ വീണ്ടും രാത്രി ഇങ്ങോട്ട് വരാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് പരിപാടി മൊത്തം നമ്മൾ മിസ് ചെയ്തു. എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി നമ്മളിന്ന് ഒരുങ്ങി വന്ന സ്ഥിതിക്ക് മെർഡേക്ക സ്ക്വയറിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാട്ടിൽ നിന്ന് വന്നിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം കുഴിമന്തി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഇന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ച് വന്ന കാര്യങ്ങളൊന്നും ഇന്ന് കാണാൻ പറ്റിയില്ല. കണ്ടത് വെച്ച് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആയിരിക്കും നമ്മളൊന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഈ കുതിരകൾ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് രാവിലെ തന്നെ മാർച്ച് പാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലായത്. കുറേ ആളുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാറി മാറി വന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ വളരെ പൊളൈറ്റായിട്ട് 2 കുതിരകളെയും ഒരുമിച്ച് നിർത്തി എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ടൈം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര സീരിയസ് ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഞാനെന്തോ ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കും. അത് ആ കുതിരകൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ആയിരുന്നു. അതൊരല്പം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. സംഭവം മറ്റൊന്നുമല്ല, പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഏതൊരു സ്വർണ്ണക്കടയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ പരിപാടി മാത്രം. അപ്പോൾ ഗൈസ്, ഇനിയാണ് മെയിൻ കലാപരിപാടി. അങ്ങനെ 2 വർഷത്തിന് ശേഷം നമ്മളിന്ന് കുഴിമന്തി കഴിക്കാൻ പോയി. കടയുടെ പേര് ഖാലിദ്സ് ബിരിയാണി. പക്ഷേ അവിടെ കുഴിമന്തിയും കിട്ടും. ഈ കടയും ഇവിടുത്തെ കുഴിമന്തിയുമാണ് നമ്മുടെ ഇന്നത്തെ മാർച്ച് പാസ്റ്റ് മിസ്സാവാൻ കാരണം. രാവിലെ 7 മണിക്ക് തന്നെ കുഴിമന്തി ഉണ്ടോയെന്ന് അന്വേഷിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു കട തുറന്നിട്ടേ ഉള്ളൂ, പോയിട്ട് ഉച്ചയ്ക്ക് വരാം. എന്നാൽ പിന്നെ മാർച്ച് പാസ്റ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മെർഡേക്ക സ്ക്വയറിലോട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും പരിപാടി മൊത്തം കഴിഞ്ഞു. പരേഡ് കാണാൻ പറ്റാത്തതിൽ നമുക്ക് വിഷമമില്ല, പക്ഷേ കുഴിമന്തി അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുഴിമന്തി കഴിക്കാനുള്ള ആവേശത്തിൽ ഓടിപ്പോയപ്പോൾ ജസ്റ്റ് മിസ്, കാലൊന്ന് സ്ലിപ്പായി. ചിക്കൻ മന്തി. ദേ ഈ അറ്റത്തിരിക്കുന്നതാണ് ഖാലിദ്സ് ബിരിയാണിയുടെ സ്പെഷ്യൽ ബ്രെഡ് ഹൽവ. പക്ഷെ ഞാനത് കഴിച്ചില്ല, കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ പെർഫോമൻസിനെ അത് ബാധിക്കും. ഇവർക്ക് മന്തിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിരിയാണിയും എന്തോ ഒരു BBQ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്തൊക്കെ പറഞ്ഞാലും 1000 ബിരിയാണിക്ക് ഒരു മന്തി എന്നാണല്ലോ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ആലോചിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ ഐറ്റം. നമ്മുടെ നാട്ടിലെ മന്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഇതിവിടെ കിട്ടിയത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഈ ഒരു മന്തി കഴിയോടുകൂടെ ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടൈം പാസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. KL Monorail Line.